ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. സമയം ഒരു 5:30 ആയിട്ടുണ്ട്. രാവിലെ എണീറ്റതാണ്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അരിയൊക്കെ ഇട്ടു. ഇനി അത് തിളയ്ക്കാനായിട്ടുണ്ട്. തിളച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ പരിപ്പും തക്കാളിയും കൂടി തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പരിപ്പൊക്കെ വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ പുറത്തുനിന്ന് പൊളിച്ച് കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി അത് ചിരവി എടുക്കണം. അപ്പോൾ നമ്മൾ പരിപ്പും തക്കാളിയും കൂടി തേങ്ങ അരച്ചിട്ട് അങ്ങനെയുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റാട്ടോ. ഇതും ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയൊരു തോരനും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം അതെല്ലാം വെന്ത് ഞാൻ തേങ്ങയെല്ലാം അരച്ച് ചേർത്തു. ഇനി അതിന് വേണ്ടിയിട്ടുള്ള കടുക് താളിച്ചെടുക്കുകയാണ്. പിന്നെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ വെള്ളപ്പയറാണ്. വൻപയറെന്നും പറയും, ചില സ്ഥലത്ത് വെള്ളപ്പയറെന്നും പറയും. അത് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കടുക് വറുത്തെടുത്തു. തേങ്ങയൊന്നും ഇടുന്നില്ല കേട്ടോ. ഇത്തിരി കുഴഞ്ഞു പോയി എന്നാണ് തോന്നുന്നത്. ഇത്തിരി വെന്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതാട്ടോ. അപ്പോൾ അധികം എല്ലാവരും ഇങ്ങനെയുള്ള കറികളൊക്കെ വയ്ക്കും. അപ്പോൾ കറിവേപ്പില ഞാൻ ഇപ്പോൾ അരിഞ്ഞാണ് ഇടുന്നത്. ഇലയായിട്ട് ഇടുകയാണെങ്കിൽ എല്ലാവരും അതെടുത്ത് കളയും. ഇങ്ങനെ ആവുമ്പം കളയില്ല. അതങ്ങനെ വെന്ത് ആ കറിയിൽ തന്നെ ചേരും. അപ്പം നമ്മുടെ ശരീരത്ത് അത് ചെല്ലുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ എല്ലാ കറിവേപ്പില ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ഇടാറുള്ളത്. പിന്നെ നമ്മുടെ ലൂക്ക് ഇതാ ഞാൻ പണിയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ ഞാൻ എണീക്കുമ്പോൾ എൻ്റെ കൂടെ എണീറ്റ് വന്നിട്ട് ഇവിടെ വന്നിരിക്കും. പിന്നെ നമ്മുടെ ലൂക്ക പ്രഗ്നൻ്റ് ആണ്. ബേബീസിനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. ഇത് നമ്മുടെ മണിയാണ്. അവനവിടെ എണീറ്റിരിക്കുകയാണ്. ഒന്ന് എണീറ്റ് പിന്നെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ കറിയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കടുകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പയറുപ്പേരി കൂടി വെക്കണം. അതും കൂടി കടുക് താളിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ രാവിലത്തെ ചോറിൻ്റെ പരിപാടികൾ. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാണ്. ദോശയൊക്കെ ഉണ്ടെങ്കിൽ അവർ അതും കൊണ്ടുപോകും. പിന്നെ ഇപ്പം മഴയൊക്കെ ഇത്തിരി കുറവുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പം ഇത്തിരി കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കറിക്ക് കടുകെല്ലാം ചേർത്ത് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറി നമ്മുടെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ പയറിനും കടുകൊക്കെ പൊട്ടിച്ച് അതും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടി കഴിയുമ്പം അത് റെഡിയാവും. പിന്നെ കുടിക്കാനുള്ള വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പാത്രമുണ്ട്. അതൊക്കെ ഞാൻ അടുക്കളയ്ക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. പാത്രങ്ങൾ അപ്പോൾ കഴുകുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ കഴുകിയെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇടയിൽ എനിക്ക് കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ മൊബൈലിൽ ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെ 4 മണിക്കായി ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കി ചായ വെച്ചു. പിന്നെ കുറേ നാളായിട്ട് മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളകൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളകൊക്കെ നടുവേ കട്ട് ചെയ്തിട്ട് അതിൽ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എരിവ് കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബജി മിക്സ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതും അതിൽ മിക്സ് ചെയ്തിട്ട് മുളക് ബജി ഉണ്ടാക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചമ്മന്തിയും കൂടി ഉണ്ടാക്കി. അപ്പോൾ 4 മണിക്ക് ഇതാണ് കുട്ടികൾ വരുമ്പം കൊടുക്കുന്നത്. പിന്നെ കൊഴുക്കട്ടയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു മുളക് ബജി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ രാവിലെ മുതലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത്.